ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സോഷ്യൽ സയൻസിൽ സ്റ്റാൻഡേർഡ് 9ൽ വരുന്ന അധ്യായം 7 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് ഫാക്ട്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കിട്ടും. അപ്പോൾ കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. മണലാരണ്യത്തിലൂടെ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. മരുഭൂമികളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥമുള്ള ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമി എന്ന പദമുണ്ടായത്. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറൈമോളജി. മരുഭൂമികൾ പൊതുവെ 2 തരമുണ്ട്: ശീത മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ. ശീത മരുഭൂമികൾ വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ശീത മരുഭൂമികൾ. ലോകത്തിലെ പ്രധാന ശീത മരുഭൂമികൾ അന്റാർട്ടിക്ക, ഗോബി, ലഡാക്ക് എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും തണുത്ത മരുഭൂമി ഗോബി മരുഭൂമിയാണ്. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഉഷ്ണമരുഭൂമി ഉയർന്ന പകൽ താപനില, കുറഞ്ഞ രാത്രി താപനില, ദൈനിക താപാന്തരം കൂടുതൽ എന്നിങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഇവിടെ വരണ്ട കാലാവസ്ഥയാണ്. മഴയുടെ ലഭ്യത കുറവാണ്. മുൾച്ചെടികൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം ദൈനിക താപാന്തരം എന്നറിയപ്പെടുന്നു. ലോകത്തിലെ പ്രധാന ഉഷ്ണ മരുഭൂമികളാണ് സഹാറ, അറേബ്യൻ മരുഭൂമി, ഥാർ മരുഭൂമി എന്നിവ. ഥാർ മരുഭൂമി ഇന്ത്യയിലെ ഉഷ്ണ മരുഭൂമിയാണ്. ഇന്ത്യൻ മരുഭൂമി. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ വടക്കു പടിഞ്ഞാറ് സത്ലജ് നദീതടം, പടിഞ്ഞാറ് സിന്ധു നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ച് എന്നിവയാണ്. ഏകദേശം ഇതിൻ്റെ വിസ്തൃതി 2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഥാർ മരുഭൂമിയുടെ ഇന്ത്യയിലെ വിസ്തൃതി 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവ. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗവും വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയുടെ 2 പ്രധാന വിഭാഗങ്ങളാണ് മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ എന്നിവ. മരുസ്ഥലി ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ് മരുസ്ഥലി പ്രദേശത്തിൻ്റെ ശരാശരി ഉയരം. മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കൂനകൾ പ്രാദേശികമായി അറിയപ്പെടുന്നത് ദ്രിയാൻ എന്നാണ്. ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തരസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കൂനുകൾ പ്രാദേശികമായി അറിയപ്പെടുന്നത് ദ്രിയാൻ എന്നാണ്. ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപശിലയാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസ്. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റ്. രാജസ്ഥാൻ ബാഗർ അരാവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം രാജസ്ഥാൻ ബാഗർ ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് രാജസ്ഥാൻ ബാഗറിലൂടെ ഒഴുകുന്നു. രാജസ്ഥാൻ ബാഗറിലെ ഫലപുഷ്ടമായ തുരുത്തുകളാണ് രോഹി തുരുത്തുകളെ കൃഷിയോഗ്യമാക്കുന്നത് അരാവലിയിൽ നിന്നും ഉത്ഭവിച്ച് രാജസ്ഥാൻ ബാഗറിലൂടെ ഒഴുകുന്ന അരുവികളാണ്. ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ലൂണി നദിയിൽ നീരൊഴുക്കുണ്ടാകാറുള്ളൂ. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവ. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പാണ് താലി. രാജസ്ഥാൻ ബാഗറിലെ ഏറ്റവും വലിയ തടാകമാണ് സാംബർ തടാകം. രാജസ്ഥാൻ ബാഗർ മേഖലയുടെ മറ്റു പ്രധാന ഉപ്പു തടാകങ്ങളാണ് ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവ.
ഉപ്പു തടാകങ്ങളെ ഉപ്പ് ഉൽപ്പാദനത്തിന് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. ഭൂരൂപങ്ങൾ. ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കൂൺശിലകൾ, മണൽമേടുകൾ എന്നിവ. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപവഹനം ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ആഴം കുറഞ്ഞ ഗർത്തങ്ങളാണ് അപവഹന ഗർത്തങ്ങൾ. ശക്തമായി കാറ്റ് വീശിക്കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നതിൻ്റെ ഫലമായി ശിലകൾക്ക് തേയ്മാനം ഉണ്ടാവുന്ന അപരദന പ്രക്രിയയാണ് അപഘർഷണം. തുടർച്ചയായ അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ മരുഭൂമിയിലെ ശിലകളിൽ ഗുഹകൾ രൂപപ്പെടുന്നു. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയുകയുള്ളൂ. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന കൂൺ സമാനമായ ഭൂരൂപങ്ങളാണ് കൂൺശിലകൾ. ഈ കൂൺശിലകൾ തേയ്മാറ്റത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു. കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെയും ശിലാപദാർത്ഥങ്ങളെയും ദൂരേക്ക് നീക്കം ചെയ്യുന്നു. ഇങ്ങനെ താഴെ വന്ന് കുന്നുകൂടി രൂപം കൊള്ളുന്ന പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളാണ് മണൽമേടുകൾ. കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണ് മണൽമേടുകൾ. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലുള്ള മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇവ രൂപം കൊള്ളുന്നത്. ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളാണ് ബർക്കൻസ്, പാരാബോളിക് മണൽമേട്, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, ബിലങ്ങൽ മണൽമേടുകൾ എന്നിവ.